മാടായി കോളേജ് വിവാദത്തിൽ കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ്. MK രാഘവൻ MPയുടെ കോലം കത്തിച്ചവരുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതും ഈ ഒരു വിവാദത്തിന്റെ മറ്റൊരു ഭാഗമായി മാറുന്നു. MK രാഘവൻ MPക്കെതിരായ പരസ്യ പ്രതിഷേധം അംഗീകരിക്കാനാകില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം പ്രശ്നത്തിൽ കണ്ണൂരിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള നേതാക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അവരുടെ തർക്കങ്ങളും അതിലുള്ള വിശദാംശങ്ങളും എല്ലാം തന്നെ ഇന്ന് കോൺഗ്രസിനുള്ളിൽ വലിയൊരു ചർച്ചയാവുകയാണ്. കണ്ണൂരിൽ നിന്നും സന്തോഷ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും രൂക്ഷമായിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിനിടയിലാണ് ഇന്ന് കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഒരു MK രാഘവൻ്റെ കോലം കത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം MK രാഘവൻ്റെ വീടിന് മുന്നിലേക്ക് ഭീഷണി മുദ്രാവാക്യവുമായി പ്രകടനം നടത്തുകയും വീടിന് മുന്നിൽ കോലം കത്തിക്കുകയും ചെയ്തവരുമായാണ് VD സതീശൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. MK രാഘവൻ ഇതിലുള്ള അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ MK രാഘവനെ റോഡിൽ തടഞ്ഞതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടപടി നേരിട്ട പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ടവരുമായാണ് VD സതീശൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൽ അച്ചടക്ക സമിതിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് നടപടി നേരിട്ട ആളുകളെ, അതും മുതിർന്ന നേതാവായിട്ടുള്ള MK രാഘവൻ്റെ കോലം കത്തിച്ച ആളുകളെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനകത്ത് തന്നെ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിനെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്നുള്ള തരത്തിലായിരുന്നു VD സതീശൻ്റെ പ്രതികരണം. അതായത് ഈ MK രാഘവൻ്റെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗൗരവകരമായ വിഷയത്തെ ലഘൂകരിച്ച് VD സതീശൻ അവതരിപ്പിച്ചു, ലഘൂകരിച്ച് കാണുന്നത് എന്നുള്ളതും ഈ ഒരു വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നമാണ്, ഇത് പരിഹരിക്കാൻ താൻ മുൻകൈയെടുക്കും എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VD സതീശൻ കണ്ണൂരിൽ പറഞ്ഞത്. സുധാകരൻ്റെ തട്ടകമായ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് താൻ മുൻകൈയെടുത്ത് അത് പരിഹരിക്കും എന്നുള്ള ഒരു VD സതീശൻ്റെ പ്രസ്താവന കൂടി ഒരു മാറുന്ന ഗ്രൂപ്പ് സമവാക്യത്തിന്, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഒരു നേതൃത്വം താനാണ് എന്നുള്ളത് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു സതീശൻ്റെ ഇടപെടലായി തന്നെയാണ് കാണുന്നത്. ആ രീതിയിലായിരുന്നു സതീശൻ്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായതും. അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അല്ല, അതല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. അതേസമയം തന്നെ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഈ MK രാഘവൻ MPക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിനെതിരായി കോൺഗ്രസിനകത്ത് തന്നെ ശബ്ദമുയർന്നിട്ടുണ്ട്. കാരണം MK രാഘവൻ മുതിർന്ന നേതാവാണ്, 4 തവണ MP ആയ ആളാണ്. ആ MK രാഘവനെതിരെ ഉണ്ടാകുന്ന പരസ്യ പ്രതിഷേധം, കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വ്യക്തമാക്കിയത്. ഒരു പരസ്യമായി കോൺഗ്രസിൻ്റെ MPക്കെതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്നതും ശരിയല്ല. അതാരും നടത്തിയാലും ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോയിൻമെൻ്റ് മെറിറ്റിലേക്ക് കടക്കാൻ എനിക്ക് എന്തായതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ DCC നേതൃത്വവുമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത്. ഈ വരും ദിവസങ്ങളിലും ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ MK രാഘവനും ഈ പൊരുതാൻ ഉറച്ചു തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. AICC നേതൃത്വത്തിനുൾപ്പെടെ ഈ MK രാഘവൻ MP ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ണൂരിൽ നടക്കുന്ന MK രാഘവനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് K സുധാകരൻ്റെ അനുയായികളാണ് എന്നുള്ളതാണ് MK രാഘവൻ്റെ ഒപ്പമുള്ളവർ പറയുന്നത്. അത് MK രാഘവൻ കണ്ണൂരിൽ സ്വാധീനമുണ്ടാക്കുന്നത് തടയുക എന്നതുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ ഈ വിവാദം, അതായത് മാടായി കോളേജ് നിയമന വിവാദം കോൺഗ്രസിനെ തള്ളി വിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഈ അഭിപ്രായ ഭിന്നതയും അതോടൊപ്പം തന്നെ തെരുവിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളുമെല്ലാം തന്നെ രൂക്ഷമാകാനാണ് സാധ്യത.
അതെ, കോൺഗ്രസ് നേതൃത്വം ഇന്ന് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വിവാദ വിഷയമാണ് മാടായി കോളേജിൽ MK രാഘവൻ MPയുടെ കോലം കത്തിച്ചവരുമായി പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയത്. അവിടുത്തെ ആ നേതാക്കൾ തമ്മിലുള്ള ആ ഒരു ഭിന്നതയെ നമുക്ക് വീണ്ടും വ്യക്തമാക്കി തരികയാണ്.